പറഞ്ഞിട്ടുള്ള ഒരു ഫീലോട് കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് യുവർ കമ്മിറ്റ്മെന്റ്. അതിനെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ പലപ്പോഴും ഞാൻ തുടക്കത്തിലെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിക്ക് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഏതൊരാളും സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അദ്ദേഹം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതും അദ്ദേഹം അതിൽ സക്സസ്ഫുൾ ആകുന്നതും അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാനും സക്സസ്ഫുൾ ആവാനും സാധിക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫിനിഷർ ആവുന്നത് അദ്ദേഹം കമ്മിറ്റഡ് ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഫിനിഷർ ആവാൻ സാധിക്കൂ. സോ അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ്, യൂസ് ആൻഡ് ഷെയർ ഓൾ ദി പ്രോഡക്ട്സ്. പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഷെയർ ചെയ്യാൻ. ഒരിക്കലും നമ്മുടെ കമ്പനി പറയുന്നില്ല സെല്ല് ചെയ്യാൻ. വി ആർ നോട്ട് എ സെല്ലിംഗ് ബിസിനസ്. നമ്മളൊരു സെല്ലിംഗ് ബിസിനസ് അല്ല ഉള്ളൂ. നമ്മൾ പറയുന്നത് എന്താണ്? ഷെയർ ദ പ്രൊഡക്റ്റ്. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ എന്ത് കാര്യം നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കുക, ഏത് കാര്യം നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യും. കാര്യം യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ എക്സ്പീരിയൻസിനാണ് മറ്റൊരാളോട് ഷെയർ ചെയ്യുക. സോ യൂസ് ആൻഡ് ഓൾ പ്രൊഡക്ട്സ്, ഷെയർ ദ പ്രൊഡക്റ്റ്. Then read PMA books every day. ശരിയായ രീതിയിൽ നമ്മളൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. Read PMA books every day. ശരിയായ രീതിയിൽ നമുക്കൊരു മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം നമ്മൾ ആലോചിച്ചാൽ നമ്മൾ എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബുക്സുകൾ നമ്മൾ വായിക്കാൻ പോകുന്നത്? ഈ ബുക്സ് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഈ കമ്മിറ്റ്മെന്റ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു 2 പേജെങ്കിലും ഒരു പോസിറ്റീവ് തിങ്കിങ് ബുക്സ് വായിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് അതിന് വരുന്നത്? ഒരു പക്ഷേ ഒരു 10 തവണ ഒരു കാര്യം ചെയ്ത് പരാജയപ്പെട്ട നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു വിജയഗാഥ വായിക്കുമ്പോൾ ആ ബുക്കിൽ പറയപ്പെടുന്ന ആ സ്റ്റോറി വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അതിനുണ്ടാവുന്ന പോസിറ്റീവ്. ഇപ്പൊ 1000 തവണ പരീക്ഷണങ്ങൾ നടത്തി 1000 തവണ വൈദ്യുതി ലോകങ്ങളിലൂടെ കടത്തിവിട്ടതിനു ശേഷം പ്രകാശിക്കാത്ത സമയത്ത് 1000 തവണയ്ക്ക് ശേഷം ടങ്സ്റ്റൺ ഫിലമെന്റിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ പ്രകാശിക്കുമെന്ന് കണ്ടെത്തിയാൽ തോമസ് ആൽവ എഡിസൺ സാധിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം 900 പ്രാവശ്യം നടത്തിയിട്ട് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്താണെങ്കിൽ അദ്ദേഹത്തിന് ബൾബ് കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി. സുഹൃത്തുക്കളെ, അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാൻ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ പാതി വഴിക്കുന്നത് കൂടുതൽ സാധിക്കും. ഒരുപക്ഷെ നമുക്ക് അതിന്റെ തൊട്ടടുത്തായിരിക്കും, നമ്മൾ ആ സക്സസിന്റെ തൊട്ടടുത്ത് എത്തിക്കണം. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ പുറമോട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. സോ അവിടെ നിങ്ങൾക്ക് ആ ഒരു ഊർജ്ജം എല്ലാ ദിവസവും നിങ്ങൾക്ക് അത്തരത്തിലൊരു ഊർജ്ജം, പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. തീർച്ചയായിട്ടും അതിനെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളെ ആശ്രയിച്ചിരിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്താണോ സ്മെൽ ചെയ്യുന്നത്, എന്താണോ ടച്ച് ചെയ്യുന്നത്, ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മളുടെ ഇൻപുട്ടുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് ചെയ്യുന്നത്. സോ ഈ ഇൻപുട്ടുകൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാകാറുണ്ട്. നമ്മൾ ആലോചിക്കുക, ഒരു ഫാക്ടറി ആണെന്ന് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലേക്ക് നമ്മൾ എന്താണോ റോ മെറ്റീരിയൽ എടുക്കുന്നത്, ആ റോ മെറ്റീരിയലിന്റെ ബേസിസിലായിരിക്കും നമുക്ക് അവിടെ ഫിനിഷ് ഉണ്ടാകും. ആ റോ മെറ്റീരിയൽ മോശമാണെങ്കിൽ അവിടെ വരുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് മോശമായിരിക്കും. സോ നമ്മളെന്ന വ്യക്തിയുടെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നുള്ള വ്യക്തിയുടെ ഒരു ഗുഡ് തിങ്സ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉള്ളിലേക്ക് കൊടുക്കുന്ന സാധനങ്ങൾ ഗുഡ് തിങ്സ് ആയിരിക്കുക എന്നുള്ളതാണ്. സോ കമ്പ്യൂട്ടറിലൊക്കെ പറയാറ് ഗാർബേജ് ആവും. അതുപോലെ തന്നെ ബ്രെയിനിന്റെ പ്രോസസ് പറയുകയാണെങ്കിൽ ഗുഡ് തിങ്സ് ആവും, അതുകൊണ്ട് ബാഡ് തിങ്സിംഗ് ആണെങ്കിൽ ബാഡ് തിങ്സ് ആവും. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് 10 മിനിറ്റ്സ്. കാരണം ഒരു ദിവസം ഒരു മനുഷ്യന്റെ ചിന്തകളിൽ 60,000 ചിന്തകൾ ഒരു ദിവസം കടന്നു പോകുന്നു. എത്ര ചിന്തകളാണ് പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ എത്ര ചിന്തകളാണ് നെഗറ്റീവ്. അതല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കി പറയാറ്, എത്ര ചിന്തകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് ആലോചിക്കുക, എത്ര ചിന്തകളാണ് നിങ്ങൾക്ക് ആവശ്യമില്ല. സോ അപ്പൊ നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ചിന്തകളിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ നമ്മൾ എന്ത് കാണുന്നു, എന്ത് വായിക്കുന്നു, എന്ത് കേൾക്കുന്നു, ആരുമായി സഹകരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ അവിടെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ബുക്സുകൾ എല്ലാ ദിവസവും 10 മിനിറ്റ് വായിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. സോ അത് നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്